So good morning. എല്ലാവരും ഹൈപ്പോഗ്ലൈസീമിയ സ്റ്റേറ്റിലാണോ അതോ ഹൈപ്പർഗ്ലൈസീമിയ സ്റ്റേറ്റിലാണോ? അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയാണ്. അതും ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയി, കുറച്ചും കൂടെ ഹൈപ്പർഗ്ലൈസീമിയ സ്റ്റേറ്റിലേക്ക് പോയി. ഓക്കെ, ഒരു ചെറിയ ടോപ്പിക്, ഇൻസുലിൻ പമ്പ് തെറാപ്പി കേട്ട് കാണും, പക്ഷേ കൂടുതൽ അറിയാം നമുക്ക്. ഫൈൻ. ഓക്കെ, ഇൻസുലിൻ പമ്പ് തെറാപ്പി മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ അബ്ഡമിനൽ ഏരിയയിലേക്കുള്ള തൊലിയുടെ അകത്തേക്ക് ഒരു കാനുല വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ ഇൻഫ്യൂഷൻ പോകുന്നു. സിമ്പിൾ ടെർമിനോളജി, കണ്ടിന്യൂസ് സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ. ഓക്കെ, 2005 മനോരമ പേപ്പറിൽ ഈ ഒരു പിക്ചർ കണ്ട് കാണും. മുനീറിന് എന്തും കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. ആ ആർട്ടിക്കിൾ തെറ്റാണ്. മുനീറിന് എന്തും കഴിക്കാമെന്നല്ലായിരുന്നു വേണ്ടത്. മുനീറിന് നല്ല പോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ മനോരമയുടെ റിപ്പോർട്ടറുടെ ഒരു ഫാൻസി ഐഡിയ ആയിരുന്നു അത്. വെച്ചാൽ മുനീർ സാറ് പമ്പ് വെച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി എങ്ങനെയോ ഇത് ഇൻറ്ററാക്റ്റഡ് ആയി. അങ്ങനെ വന്ന ഒരു പിക്ചറാണിത്. ഈ രണ്ടാമത്തെ പിക്ചർ ഏതാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ അമൃതയിൽ ഒരു ഇൻസുലിൻ പമ്പ് വെച്ചിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തു ഒരു പെൺകുട്ടി ഫുൾ ടേം പ്രഗ്നൻസി പോയി നോർമൽ ഡെലിവറി പറ്റി. സോ ഇൻസുലിൻ പമ്പ് വെച്ചിട്ട് പ്രഗ്നൻ്റായി നോർമൽ ഡെലിവറി നടത്തിയ ഇന്ത്യയിലെ ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ ഒരു ആർട്ടിക്കിളാണത്. രണ്ടും കേരളത്തിലാണ് നടന്നത്, 2005. Statistics, wonderful statistics. Nearly 5% of the Indian population diabetes affected now. Huge number, and that will double by 2025. We will be outbeating China. അത്രയും നമ്പർ ഓഫ് പോപ്പുലേഷനാണ്. പക്ഷേ കൂടുതൽ പേഷ്യൻസ് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 പേഷ്യൻസ് ആണ്. ടൈപ്പ് 1 പേഷ്യൻസും ഉണ്ട്, പക്ഷെ അധികം ഡിറ്റക്റ്റഡ് ആവുന്നില്ല. ഓഫ് ലൈറ്റ് സദേൺ ഇന്ത്യയിൽ കൂടുതൽ നമ്പേഴ്സ് ഡിറ്റക്റ്റഡ് ആവുന്നുണ്ട്. ടൈപ്പ് 2 വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നായിട്ടാണ് അതിനെ പറയുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് എഫക്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഡയബറ്റീസ് എഫക്ട്സ് കണ്ണ്, നെർവ്സ്, കിഡ്നീസ് ആൻഡ് ഹാർട്ട്. So all vital organs gets affected. Okay. ഹറോൾഡ് ഇപ്പോൾ ഇൻസുലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇൻസുലിൻ എങ്ങനെ എടുക്കേണ്ടതെന്നും പറഞ്ഞു തന്നു. സോ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു? പാൻക്രിയാസ് പ്രൊഡ്യൂസസ് ഇൻസുലിൻ. ഫൈൻ. ആൻഡ് പാൻക്രിയാസ് കണ്ടെയ്ൻസ് 2 types of cells. എല്ലാവരും പറയും ബീറ്റാ സെൽസ് എന്ന്. പക്ഷേ ബീറ്റാ സെൽസിൻ്റെ ഒപ്പം തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സെൽസും കൂടിയുണ്ട്, ആൽഫ സെൽസ്, വിച്ച് പ്രൊഡ്യൂസസ് ഗ്ലൂക്കോസ്. സോ ഈ ആൽഫ സെൽസിൻ്റെയും ബീറ്റാ സെൽസിൻ്റെയും കൂടെ ഒരു കണ്ടിന്യൂസ് പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ നോർമൽ സ്റ്റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെയും അല്ലെങ്കിൽ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ഇത് കൊടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നത്. ഫൈൻ. 3 ടൈപ്പ് ഓഫ് ഡയബറ്റീസ്. ഒന്ന് ടൈപ്പ് 1, ഒന്ന് ടൈപ്പ് 2, പിന്നെ ഒരു GDM എന്ന് പറയുന്ന ടൈപ്പ്. അത് പെൺകുട്ടികളിൽ കാണുന്നു, ലൈക്ക് പ്രഗ്നൻസി വരുന്ന ടൈമിൽ കാണുന്നു. കണ്ടു കഴിഞ്ഞ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയബറ്റീസ് മാറിപ്പോകും. പക്ഷേ അവർ ദേ ആർ മോർ പ്രോൺ ടു ബി ഡയബറ്റിക്. സോ GDM കേസസും ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ GDM കേസസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് പേഷ്യൻസ് ഉണ്ട് GDM കേസസ് ഓൺ ഇൻസുലിൻ പമ്പ്. സോ ടൈപ്പ് 1 ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. You have a friend, type 1 patients they have a friend diabetes. They have a friend diabetes. A friend in a friend and consider it. Don't consider diabetes as your enemy. Okay? Our friend നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു അതുമാതിരി ഇരിക്കും നമ്മുടെ ഹെൽത്ത്. ഫ്രണ്ടിന് ഇഷ്ടമുള്ളത് മുഴുവൻ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ഒരിക്കലും ഫ്രണ്ടിനെ എനിമി ആക്കരുത്. ദാറ്റ് ഈസ് എ മെസ്സേജ്.
കൺട്രോൾ ഗോൾസ് ADA എന്ന് പറഞ്ഞു വെച്ചാൽ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ കൺട്രോൾ ഗോൾസ് ആണ് പറയുന്നത്. ഫാസ്റ്റിംഗ് ഷുഡ് ബി ലെസ് ദൻ 90 milligram. പോസ്റ്റ് പ്രാൻഡിയൽ ദറ്റ് ഇസ് PPBS വരുമ്പോഴേക്കും ലെസ് ദൻ 110. പ്രീ പ്രാൻഡിയൽ പോസ്റ്റ് പ്രാൻഡിയൽ ലെസ് ദൻ 160. ആൻഡ് HbA1c എല്ലാവരും പറയുന്ന കേൾക്കുന്ന ഒരു ഇതാണ് HbA1c. അറിയാമോ എല്ലാവർക്കും HbA1c എന്താണെന്ന്? അറിയാം. എത്ര പേർക്ക് അറിയില്ല? അറിയാത്ത ആൾക്കാർക്ക് ഇല്ല, അറിയില്ല. ഓക്കെ, HbA1c എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. HbA1c ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാബ് എന്ന് അവർ പറയും ഇത് ഒന്നുമില്ലെങ്കിൽ 6.1, 6.2 അല്ലെങ്കിൽ 7.8 അല്ലെങ്കിൽ 13.5 എന്നുള്ളത്. നമ്മുടെ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ബോഡിയിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസൽസ് അതിൻ്റെ ലൈഫ് 90 to 120 days ആണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഷുഗർ ഫ്ലക്ച്വേഷൻസും ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻസും ഈ റെഡ് ബ്ലഡ് കോർപ്പസൽസിനകത്ത് സ്റ്റോർഡ് ആവും, റെക്കോർഡഡ് ആവും. ഓക്കെ, ഈ ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് അതിൻ്റെ ഒരു ഈ റെഡ് ബ്ലഡ് കോർപ്പസൽസിനെ എടുത്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിൻ്റെ ആവറേജ് പെർസെൻറ്റേജ് പോയിൻറ്റ്സ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. സോ ആവറേജ് പെർസെൻറ്റേജ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്ന HbA1c 6 എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നോർമൽ, നോൺ ഡയബറ്റിക്. പക്ഷേ ADA പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഇതിൽ പറയുന്നത് ലെസ് ദൻ 9 ആയാലും കുഴപ്പമില്ല എന്ന്. ബട്ട് നമ്മുടെ കൺട്രോൾ ഗോൾ ഷുഡ് ബി ലെസ് ദൻ 7. സോ ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 6 and 7 HbA1c പെർസെൻറ്റേജ് പോയിൻറ്റ്, ഫൈൻ, ഇറ്റ് വിൽ ബി ഗുഡ്. സോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഇതാണ്. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് എഫക്റ്റ് ചെയ്യുന്ന 4 സെൻറ്റേഴ്സ്, മേജർ 4 സെൻറ്റേഴ്സ്. കണ്ണ്, നെർവ്സ്, ഹാർട്ട്, കിഡ്നീസ്. സോ 4 vital organs gets affected. ഞാനിപ്പോൾ HbA1cയുടെ കാര്യം പറഞ്ഞുള്ളൂ. HbA1c നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇത് HbA1cയുടെ റേഞ്ചാണ്. നമ്മുടെ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഷുഗർ ചെക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ഗ്ലൂക്കോമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നു 121 അല്ലെങ്കിൽ 115 അല്ലെങ്കിൽ 171, 215 എന്നൊക്കെ പറയുന്നു. സോ ഈ പെർസെൻറ്റേജ് ഇപ്പോൾ 6 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് നമ്മുടെ ബോഡിയിൽ 126 milligram per deciliter ഓഫ് ഇതിലായിരിക്കും ഷുഗേഴ്സ് ഓൺ ആൻ ആവറേജ്. സോ ലുക്ക് അറ്റ് ഇപ്പോൾ 10 ആണെന്ന് പറഞ്ഞു വെച്ചാൽ എത്രയും 240 ആവറേജാണ് ഞാൻ പറയുന്നത്. സോ അവർ കൺട്രോൾ ഗോൾ ഏതാ? സെറ്റ് 6, ബിറ്റ്വീൻ 6 and 7. സോ 6 and 7 വരുമ്പോഴേക്കും തന്നെയല്ലേ 126 to 154 ആണ് വരുന്നത്. സോ ഇത്രയും വേരിയേഷൻ വരുന്നു. സോ നമ്മൾ ടാർഗറ്റ് ഷുഡ് ബി 6 or 6.1 or 6.2 at the max. അതിൽ കൂടാതെ കൺട്രോൾ ചെയ്തിരുന്നത്. ഓഫ് കോഴ്സ് യു ഹാവ് എ ഫ്രണ്ട്, അതെപ്പോഴും ഓർത്തിരിക്കുക. ഡയബറ്റീസ് ഇസ് യുവർ ഫ്രണ്ട്. ഫൈൻ. നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്നത് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നു. ബീറ്റാ സെൽസ്, പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നു. ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നതിന് 2 ടൈപ്പിലാണ്. ഒന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഇപ്പോൾ സ്നാക്ക് കഴിച്ചു. സ്നാക്ക് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നോർമൽ ഇൻഡിവിജ്വലിൽ ആ സ്നാക്ക് കഴിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആ ഫുഡിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ പാൻക്രിയാസ് ബീറ്റാ സെൽസ് സെക്രേറ്റ് ചെയ്യും ബ്ലഡിലേക്ക്. അത്രയും ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ. ആ ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ ഈസ് നോൺ ആസ് ബോളസ്. BOLUS. ബോളസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, ഫാസ്റ്റിങ്ങിലാണെങ്കിൽ പോലും നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്താവുന്നില്ല. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ ത്രൂ ഔട്ട് ദ ഡേ പാൻക്രിയാസ് കൊടുത്തുകൊണ്ടിരിക്കും ബ്ലഡിലേക്ക്. ചെറിയ ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് നോൺ ആസ് ബേസൽ. ഓക്കെ, ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമ്മൾ നോർമൽ കണ്ടീഷനിൽ 3 ഫുഡാണ്. അപ്പോൾ 3 ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. ആ കഴിക്കുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റി, അതിനെ കവറപ്പ് ചെയ്യാൻ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തു, അവിടെ കൊടുത്തു. 3 ഫുഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇല്ലാത്ത ടൈമിൽ 24 hours ചെറിയ ക്വാണ്ടിറ്റി ബേസൽ സൈഡിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് പാൻക്രിയാസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ഹെൽത്തി പാൻക്രിയാസ് കണ്ടിന്യൂസ്ലി റിലീസ് സ്മോൾ എമൗണ്ട് ഓഫ് ഇൻസുലിൻ ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബേസൽ, ചെറിയ ക്വാണ്ടിറ്റി. ഫുഡിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ബോളസ്. ഈ ബോളസ് ബേസൽ റിതമാണ് പാൻക്രിയാസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ബോളസ് ബേസൽ റിതം വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇത്. ഓക്കെ, പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈമിൽ എങ്ങനെയായിരിക്കും? മെജോറിറ്റി ഓഫ് യു ടേക്സ് എ കോമ്പിനേഷൻ, മിക്സ്ഡ് അല്ലെങ്കിൽ ഒരു മിക്സ് ഇൻസുലിൻ അല്ലെങ്കിൽ 4 ഇൻസുലിൻ, 3 ഷോർട്ട് ആക്ടിങ് ആൻഡ് എ ലോങ് ആക്ടിങ്.
അത് ലോങ് ആക്ടിംഗ് ആണ് ഈ ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത്. മറ്റേത് ഷോർട്ട് ആക്ടിംഗ് നമ്മുടെ ഈ ബോളസിനെ കവർ ചെയ്യാൻ വേണ്ടി. സോ പക്ഷേ പാൻക്രിയാസ്, ഹ്യൂമൻ പാൻക്രിയാസ് പ്രൊഡ്യൂസസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഇൻസുലിൻ, അത് ഫാസ്റ്റ് ആക്ടിങ് അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതാക്കുന്നത്. ആൻഡ് നമ്മൾ ഇൻസുലിൻ പമ്പിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ വി ആർ ട്രൈയിങ് ടു മിമിക് ദ ആക്ഷൻ ഓഫ് പാൻക്രിയാസ്. ഒരു എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ് which will mimicrise the action of pancreas. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ആ സമയത്ത് നമ്മൾ പമ്പിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസുലിൻ കൊടുക്കണം. അതല്ലാത്ത ടൈമിൽ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കും. ഈ പ്രോഗ്രാമിങ്ങും ഇതിൻ്റെ ഡോസേജും എല്ലാം ഡോക്ടറാണ് ചെയ്യുന്നത്. അത് ഓരോ പേഷ്യൻറ്റിനും ഓരോ സെറ്റ് ടാർഗറ്റ് ഉണ്ട് ഡോക്ടേഴ്സിന്. ആ സെറ്റ് ടാർഗറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ബേസിക് പ്രിൻസിപ്പിൾ എന്താ, നമ്മൾ വി ആർ ട്രൈങ് ടു മിമിക്രൈസ് ആക്ഷൻ. സോ ബോളസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. ബേസൽ പ്രോഗ്രാംഡ് ആയിരിക്കും 24 hours. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ. ഓക്കെ, ഇപ്പോൾ ഇഞ്ചക്ഷനെ പറ്റി ഹറോൾഡ് പറഞ്ഞു. എന്തൊക്കെ മനസ്സിലായി? എത്ര ഇഞ്ചക്ഷൻ വരെ എടുക്കാം ഒരു ദിവസം? അത് പറഞ്ഞില്ല അല്ലേ? 4 times 4 വരെ എടുക്കാം. ഓക്കെ, ഫൈൻ. നോർമൽ കണ്ടീഷനിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി 2 പ്രാവശ്യം, രാവിലെ ഒരു ഇഞ്ചക്ഷൻ, വൈകിട്ട് ഒരു ഇഞ്ചക്ഷൻ. അതിൽ ഒരു ഇഞ്ചക്ഷനിൽ തന്നെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷനിൽ 2 പാർട്ടുണ്ട്. ഒരു പാർട്ട് ആ റെഡ് കാണുന്നത് ഷോർട്ട് ആക്ടിങ് ആൻഡ് ബ്ലൂ കാണുന്നത് ലോങ് ആക്ടിങ്. ഈ ലോങ് ആക്ടിംഗ് ആണ് നമ്മൾ ബേസൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ആക്ടിങ് 2 ഫുഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത് 2 ഇഞ്ചക്ഷൻ. അതല്ലെങ്കിൽ പുതിയ ട്രെൻഡ് 4 ഇഞ്ചക്ഷൻ. 4 ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ അതിനെ കവർ ചെയ്യാൻ 3 ഇഞ്ചക്ഷൻ. ആൻഡ് ലോങ് ആക്ടിങ് 24 hours കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചക്ഷൻ. അങ്ങനെ 4 ഇഞ്ചക്ഷൻ. സോ എയ്തർ 2 ഇഞ്ചക്ഷൻസ് എ ഡേ ഓർ 4 ഇഞ്ചക്ഷൻസ് എ ഡേ. ഫൈൻ, ക്ലിയർ? Right. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? So if you take 2 injections a day, 60 pricks. If you take 4 injections a day, so 3, yeah. But you have a friend. ആ ഫ്രണ്ടിനെ എനിമി ആക്കരുത്. ഇത് നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ ഇഞ്ചക്ഷൻ ആണെങ്കിൽ. റൈറ്റ്. സോ വാട്ട് ഈസ് എൻ ഇൻസുലിൻ പമ്പ്? ഇറ്റ്സ് എ ബാറ്ററി ഓപ്പറേറ്റഡ് മെഡിക്കൽ ഡിവൈസ് വിച്ച് ഈസ് പ്രോഗ്രാമബിൾ. പ്രോഗ്രാമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബേസിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. And insulin pump is kept externally, tries to mimic the action of pancreas. So it doesn't. അപ്പോൾ ഇൻസുലിൻ പമ്പ് തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ഓപ്പറേഷൻ വേണ്ട, ഒന്നും വേണ്ട. ഇൻസുലിൻ പമ്പ് ഒരു ചെറിയൊരു എക്യുപ്മെൻറ്റ്. ദിസ് ഇസ് കെപ്റ്റ് എക്സ്റ്റേണലി. നമ്മുടെ ബെൽറ്റിന് മേലെ ഇത്രയും പോകുന്നൊരു സാധനം. സോ സച്ച് എ സ്മോൾ തിങ്. ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടോ? 10-day old ബേബി, 10 ദിവസം US. ഇത് 2000 ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്ന് തന്നെ പറയാം. 10 ദിവസം ആകുമ്പോഴേക്കും ഡിറ്റക്റ്റഡ് ഡയബറ്റീസ്. 10 year old. ഇത് 6 months old in US. Okay, simple. It looks like a pager. Looks like a pager. 102 grams in weight. And എന്തുകൊണ്ടത്? യൂസർ വെയർസ് ഇറ്റ് 24/365 ത്രൂ ഔട്ട് ദ ഡേ. 365 ദിവസം വെയർ ചെയ്യണം. ബിക്കോസ് വി ആർ ട്രൈയിങ് ടു മിമിക് ദ ആക്ഷൻസ് ഓഫ് പാൻക്രിയാസ്. സോ ദിസ് വിൽ ഫങ്ഷൻ ആസ് എ പാൻക്രിയാസ് ഫോർ ദ യൂസർ. മാറ്റി വയ്ക്കാം. ഓക്കെ, എക്സലൻറ്റ്. ഓക്കെ, വിളിക്കും. ഫൈൻ, സോറി. ഏതാ? So
ഇതാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്ന കാണുന്ന എക്യുപ്മെൻറ്റ്. ഞാൻ ഫസ്റ്റ് എൻ്റെ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു മെഡിക്കൽ ടെർമിനോളജി എന്താണ്. കണ്ടിന്യൂസ് സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ. ഇൻസുലിൻ ഈ പറയുന്ന റിസർവോയറിനകത്ത് ഇരിക്കുന്നത്, ആ റിസർവോയറിനകത്ത് ട്യൂബിംഗ് വഴി ഒരു ചെറിയ കാനുലയിൽ കൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത്, ഇൻ ടു ദ ഫാറ്റ് ടിഷ്യൂ, സബ്ക്യൂട്ടേനിയസ്. ഓക്കെ, സോ മെഡിക്കൽ ടെർമിനോളജി ഈസ് ദിസ്. പിന്നെ പമ്പ് കൊണ്ട് നമ്മൾ ആക്ഷൻസ് ഓഫ് പാൻക്രിയാസ് മിമിക്രൈസ് ചെയ്യുന്നു. ആൻഡ് പ്രിസൈസ് കൺട്രോളിന് ഇതിനകത്ത് ബേസിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, ദാറ്റ് ഈസ് ഡോക്ടർ നമ്മുടെ റേഞ്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് വയ്ക്കും. സോ പ്രോഗ്രാമബിൾ. ഓക്കെ, ഇത് കുറച്ചൊരു ടെക്നിക്കലാണ്. നമ്മളൊരു കോമ്പിനേഷൻ ഇൻസുലിൻ, ഒരു മിക്സ്ഡ് എടുക്കുന്ന ടൈമിൽ മിക്സ്ഡ് കണ്ടെയ്ൻസ് എ ഷോർട്ട് ആക്ടിങ് ആൻഡ് എ ലോങ് ആക്ടിങ്. ഏത് ഇഞ്ചക്ഷനും എടുത്തു കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നമുക്കൊരു കൺട്രോളില്ല, പിന്നെ ബോഡി നമ്മുടെ കൺട്രോളൊന്നല്ല. ഏതർ യു കനോട്ട് അല്ലെങ്കിൽ യു ക്യാൻ. എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ റീച്ച്, അവർ കൺട്രോൾ. സോ ഇതിൽ എന്താ പ്രോബ്ലം വരുന്നത് പറഞ്ഞു വെച്ചാൽ ഈ അബ്സോർപ്ഷൻ വേരിയബിലിറ്റി ഓഫ് ലോങ് ആക്ടിങ് ഇൻസുലിൻ ഈസ് ടു ദ ട്യൂൺ ഓഫ് 10 to 52%. 52% വരെ റിയാക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടും വൈൽഡ് ഫ്ലക്ച്വേഷൻസ് വരുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഇൻസുലിൻ. Whereas human pancreas produces only one type of insulin, rapid acting അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ്റെ അബ്സോർപ്ഷൻ വേരിയബിലിറ്റി ഈസ് ലെസ് ദൻ 3%. സോ വേർ ഇസ് 52% ആൻഡ് വേർ ഇസ് 3%. സോ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാനേജബിൾ ഇതിലായിരിക്കും ഈ പറയുന്ന ഈ ടൈപ്പ് ഓഫ് ഇൻസുലിൻസ്. ആൻഡ് ഇൻസുലിൻ പമ്പിൽ നമ്മൾ ഒരൊറ്റ ടൈപ്പ് ഓഫ് ഇൻസുലിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അനലോഗ്സ് എന്നൊക്കെ പറയുന്ന ബോഡിയായിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻസുലിൻ മാത്രമേ ഇൻസുലിൻ പമ്പിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി. എല്ലാവരും ഒരേ കറക്റ്റ് ടൈമിൽ ഇഞ്ചക്ഷൻ എടുക്കണം, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് ഡോക്ടറെ കണ്ടാലും ഡയബറ്റിക് എഡ്യൂക്കേറ്ററെ കണ്ടാലും ആരെ കണ്ടു കഴിഞ്ഞാലും പറയുന്ന ഒരു കാര്യം, കറക്റ്റ് ടൈം ഫോളോ ചെയ്തോളണം. ഓക്കെ, ഇന്ന് എനിക്കൊരു 8:30 മണി വരെ ഉറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അല്ലേ? ഉണർത്തി ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോളണം. ഫൈൻ. സോ പമ്പിലേക്ക് വരികയാണെങ്കിൽ പമ്പ് ഓഫേഴ്സ് എ ഫ്ലെക്സിബിലിറ്റി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ പാൻക്രിയാസ് എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ 9 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ചാൽ 9 മണിക്കാണ് ആ ഫുഡ് കവർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇൻസുലിൻ കൊടുക്കുന്നു. സോ നാളെ 8 മണിക്കാണ് കഴിക്കുന്നത്, അപ്പോൾ 8 മണിക്ക് അത് കവർ ചെയ്യാനുള്ളത് കൊടുക്കുന്നു. സിമിലർലി നമ്മൾ പമ്പ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ പമ്പ് ഇപ്പോൾ ഇന്ന് 9 മണിക്ക് കഴിച്ചു, 9 മണിക്ക് നമ്മൾ ആ ഫുഡ് കവർ ചെയ്യാനുള്ള ഇൻസുലിൻ കൊടുക്കുന്നു. നാളെ 10 മണിക്കാണ് കഴിക്കുന്നുള്ളൂ വെച്ചാൽ 10 മണിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഈ ബട്ടൺസ് പ്രസ് ചെയ്തിട്ടാണ് ഇൻസുലിൻ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് പമ്പിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസുലിൻ ആൻഡലോഗ്സ്. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇത് പറയുന്നത്. നോ നീഡ് ടു ഫോളോ സ്ട്രിക്ട് ഷെഡ്യൂൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡയറ്റിൽ പറഞ്ഞു വൺസ് ഇൻ എ വൈൽ പായസം. പക്ഷെ എവറി ഡേ പായസം ഇല്ല, അല്ലെങ്കിൽ എവറി ഡേ പാർട്ടി ഇല്ല. ഓക്കെ, സോ വൺസ് ഇൻ എ വൈൽ പറ്റും. പിന്നെ ഇവരുടെ അടുത്ത് ഐസ്ക്രീം കഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അതൊരു ക്രൈമാണ് അല്ലേ? നോ എന്ന് പറയാൻ എളുപ്പമാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അത് നോ എന്ന് പറയാൻ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അത് റിലാക്സ് ചെയ്ത് കൊടുത്തേ പറ്റൂ. അയാളുടെ അടുത്ത് ഇപ്പോൾ ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ കഴിച്ചു. ഓക്കെ, അല്ല അപ്പോൾ നമ്മൾ അതിനെല്ലാം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവരും റിയാക്ട് ചെയ്യുള്ളൂ. നമ്മളും അത് തന്നെയല്ല ചെയ്യുന്നത്. നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവരുടെ മേലെ അത്രയും പ്രഷർ ഇടരുത്, കുറച്ചൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം പറഞ്ഞാൽ പമ്പിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ബിക്കോസ് 1 or 2 യൂണിറ്റ്സ് നമുക്ക് എക്സ്ട്രാ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതിൽ. ഇതാണ് ആ ഒരു ഇത് വരുന്നത്. പമ്പ് ക്യാൻ ബി പ്രോഗ്രാം ടു അഡാപ്റ്റ് ഡെയിലി ആക്ടിവിറ്റീസ്. ഈ ബേസൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ അതിപ്പോൾ വൈകിട്ട് കളിക്കുന്ന ടൈമിൽ യു ഡോണ്ട് റിക്വയർ അത്ര ഇൻസുലിൻ. ആ സമയത്ത് നമുക്ക് ബേസിൽ കുറച്ച് വയ്ക്കാൻ പറ്റും. രാവിലെ ഇപ്പോൾ എന്താ പറയുക, രാവിലെ ഏർലി മോർണിംഗ് ചില ആൾക്കാർക്ക് ഷുഗർ കൂടുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ബേസിൽ കൂട്ടി വയ്ക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ബേസിൽസ് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ഒരു നിയർ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും വിത്തൗട്ട് ഫ്ലക്ച്വേഷൻസ്. ഫൈൻ. ലെസ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ്. ഇതാ ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം. ബിക്കോസ്
അഡീഷണൽ യൂണിറ്റ്സ് ക്യാൻ ബി ഗീവൺ ത്രൂ ദ പമ്പ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ബേസിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി വിത്ത് ഓൾ ദിസ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, കുറച്ചും കൂടെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് സ്ട്രീംലൈൻ ചെയ്യാം. അവരുടെ ഷുഗേഴ്സ് കൺട്രോൾ ആകുമ്പോൾ കുറച്ചും കൂടെ റിയാക്ഷൻസ് കുറയും ആൻഡ് ദേ വിൽ ബി ചാർജ്ഡ് ഫുൾ ഓഫ് എനർജി. സോറി. പമ്പിൻ്റെ സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി, more than 35 years of experience. Pump incapable of over delivery, because നമ്മൾ ഈ പുതിയ ഇപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ പഠിച്ചു, ISF പഠിച്ചത് എങ്ങനെയാണ്? സോ ഹറോൾഡ് പഠിച്ച ആ ഒരു ISF, ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ 10 യൂണിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പമ്പ് 11 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പേഷ്യൻ്റ് വിൽ ഗോ ഇൻ ടു ഹൈപ്പോ, സിവിയർ ഹൈപ്പോ. ബിക്കോസ് ഇപ്പോഴത്തെ പുതിയ ഇതൊക്കെ ആണെങ്കിൽ അനലോഗ്സ് ഒക്കെ ആണെങ്കിൽ 12 to 15 മിനിറ്റ്സിൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു പമ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് നിൽക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 0.00001% പോലും നമ്മൾ ഓവർ ഡെലിവറി പാടില്ല. സോ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 5 എന്ന് പറഞ്ഞാൽ 5, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ചെറിയ ക്വാണ്ടിറ്റി ബേസിൽ അത്ര മാത്രമേ പോകാൻ പാടുള്ളൂ പെർ അവർ. സോ ഇൻകേപ്പബിൾ ഓഫ് ഓവർ ഡെലിവറി. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇൻസുലിൻ ബോഡിയിലേക്ക് കയറുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കളിച്ചു, എവിടെയെങ്കിലും തട്ടി, എവിടെയെങ്കിലും വീണു, ആ കാനുല, അതിനകത്തുള്ള കാനുലയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു വെച്ചാൽ പമ്പ് നോ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് വാണിംഗ് തരും. അല്ലെങ്കിൽ ഇൻസുലിൻ ഇത് കുറഞ്ഞു തുടങ്ങി 20 യൂണിറ്റ്സ് എത്തുന്ന സമയത്ത് അത് വാണിംഗ് തരും. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, ബാറ്ററി ലോ ആകുമ്പോൾ ലോ ബാറ്ററി തരും. അങ്ങനെ പല അലാംസും ഇതിനകത്തുണ്ട്. സോ മെസ്സേജസ് ആൻഡ് അലാംസ് ആൻഡ് മെനു ഡ്രിവൺ ആണ്. ഇതെല്ലാം നമ്മളെ തന്നെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ പ്രോംപ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. സോ ഓട്ടോ ടെസ്റ്റ് അത് എല്ലാം ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഇൻസുലിൻ പമ്പിൻ്റെത് എന്താ? ഈ രണ്ടിതാണ്. A1C HbA1c ഞാൻ പറഞ്ഞു ബിറ്റ്വീൻ 6 and 7. നമ്മുടെ ടാർഗറ്റ് റേഞ്ച് 6 and 7. ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ 6 and 7 റേഞ്ചിൽ HbA1c? നോ, ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ ടാർഗറ്റ് മസ്റ്റ് ബി 6 and between 6 and 7. ആ ഒരു റേഞ്ചിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരണം. ബട്ട് യു ഹാവ് എ ഫ്രണ്ട്. ആ ഫ്രണ്ടാണെന്നുള്ള ഒരു ഇതും കൂടെ വേണം. ഓക്കെ. സോ HbA1c നമ്മുടെ ഈ ബിറ്റ്വീൻ 6 and 7 കൊണ്ടുവരിക വിത്തൗട്ട് ഹൈപ്പർഗ്ലൈസീമിയ. അതായിരിക്കണം നമ്മുടെ എന്താ ആഗ്രഹം. സോ ഇൻസുലിൻ പമ്പിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഈ ഹൈപ്പർഗ്ലൈസീമിയ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈപ്പർഗ്ലൈസീമിയ പ്രിവെൻറ്റ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർഗ്ലൈസീമിയ പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെ അത് രണ്ടും കൂടെ സ്റ്റെബിലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ HbA1c നമ്മുടെ ഈ 6 to 7 റേഞ്ചിലേക്ക് വരുന്നു. സോ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ ഇഫ് ഈ HbA1c ഈസ് ബിറ്റ്വീൻ 6 and 7, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു നിയർ എന്താ പറയുക ഒരു നോർമൽ ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അതിലേക്ക് എത്തി. സോ അവർ ടാർഗറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 6 and 7. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ കൺട്രോൾ മേക്സ് പേഷ്യൻ്റ് ഫീൽ ബെറ്റർ. റിലാക്സേഷൻ ഫ്രം സ്ട്രിക്റ്റ് ഷെഡ്യൂൾസ്. പക്ഷെ ഇതെല്ലാം ടൈറ്റ് ഷെഡ്യൂൾസാണ്. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചോളണം, ഇത്ര മണിക്ക് ഇഞ്ചക്ഷൻ എടുത്തോളണം, അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ കുത്തിയിരിക്കണം, വേറെ ഒന്നും ചെയ്യരുത്, എല്ലാത്തിനും നോ 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 എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ നോ 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 മാറ്റിയിട്ട് നമ്മളെല്ലാം യെസ് 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 എന്നാക്കാൻ പോകണം. ഓക്കെ. സോ ഈ സ്ട്രിക്റ്റ് ഷെഡ്യൂൾസിൽ നിന്ന് കുറേ റിലാക്സേഷൻ കിട്ടും. വൈ? ബിക്കോസ് നമ്മൾ ഇന്ന് 8 മണിക്ക് കഴിക്കുന്നുള്ളെങ്കിൽ 8 മണിക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നു. 9 മണിക്കാണ് നാളെ കഴിക്കുന്നത്, 9 മണിക്ക്. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ബോളസ് കൊടുക്കുന്നില്ല. പക്ഷേ ബേസൽ റേറ്റ് പ്രോഗ്രാംഡ് ആണ്. ആ ബേസൽ റേറ്റ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ലോകത്തെ ആദ്യത്തെ ഇൻസുലിൻ പമ്പ്. ഓക്കെ. അവിടെ നിന്ന് ഇത് ചെറുതായി വന്നിട്ട് ഇപ്പോഴത്തെ സൈസസ് ദിസ് 102 ഗ്രാം വെയിറ്റുള്ള ഒരു ചെറിയ എക്യുപ്മെൻറ്റ്, ഒരു പേജർ ലൈക്ക് ഡിവൈസായി മാറി. സോ വേർ ഈസ് ദ ഫസ്റ്റ് പമ്പ് ആൻഡ് വേർ ഈസ് ദിസ് പമ്പ്? ടെക്നോളജി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇത് 60s പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ലേറ്റായി. ഇപ്പോൾ പുതിയ വരുന്ന പമ്പ്സൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. നമുക്കൊരു 2-3 മാസം കഴിയുമ്പോഴേക്കും US ഇറങ്ങി 2-3 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് പമ്പ് വന്നു കഴിഞ്ഞു, ഒരു കൊല്ലമായി ഇപ്പോൾ.
സോ ഇൻസുലിൻ പമ്പ് ഈസ് കെപ്റ്റ് എക്സ്റ്റേണലി. ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ. സോ ഇത് ഇവിടെ വന്നു, ഒരു ഹാഫ് ആൻ അവർ പ്രൊസീജിയർ, ഹാഫില്ല, ആദ്യം ആ ഒരു ബ്രീഫ് ചെയ്തിട്ട് ഡോക്ടർ ഇത് ഡിപ്ലോയ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള ഒരു ഹാഫ് ആൻ അവർ ഇത്. ബാക്കിയെല്ലാം സെൽഫാണ്, ഇൻഡിപെൻഡൻ്റ് ആണ് മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾ 24 hours 365 days ടെക്നിക്കൽ അസിസ്റ്റൻസിന് എപ്പോഴും ഹെൽപ്പ് ലൈനിലുണ്ടാവും. മെഡിസിനും അതിൻ്റെ ചേഞ്ചസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ. സോ ഒരു സൈഡിൽ ഇൻസുലിൻ പമ്പ് പേഷ്യൻ്റ് ദാറ്റ് യൂസർ, ഒരു സൈഡിൽ ടെക്നിക്കൽ ഞങ്ങളുടെ സപ്പോർട്ട്, ആൻഡ് ആ ഒരു വേറൊരു സൈഡിൽ ഡോക്ടർ. ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 hours 365 days നമ്മൾ ഓൺ കോളിലാണ്, ഹെൽപ്പ് ലൈൻ. എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് 99.5% ഓഫ് ദ ടെക്നിക്കൽ ഡൗട്ട്സ് മുഴുവൻ ഓവർ ടെലിഫോൺ നമുക്ക് ക്ലിയർ ചെയ്യാം. ആ 0.5% ഞങ്ങൾ വീൽ ഹാവ് ടു കം ദർ. അത് ഇറ്റ് ഇസ് വെരി വെരി റയർ, ബിക്കോസ് നമ്മളിത് പഠിപ്പിച്ച് ഇൻഡിപെൻഡൻ്റ് ആക്കും. ഓക്കെ. സോ ഇൻസുലിൻ എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ ദ പ്ലാസ്റ്റിക് കാനുല ഇൻസേർട്ടഡ് ഇൻ ദ അബ്ഡോമിനൽ ഏരിയ. ഇതിനകത്തൊരു ചെറിയൊരു കാനുലയുണ്ട്, either 6 mm or 9 mm ലെങ്ത് ഉള്ള കാനുല. ആ കാനുലയിൽ കൂടെയാണ് ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ. ഇൻസുലിൻ പമ്പിനകത്താണ്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ പമ്പിനകത്തുനിന്ന് ചെറിയ ട്യൂബ് വഴി പോയി നമ്മുടെ ആ കാനുലയിൽ കൂടെ ബോഡിയുടെ അകത്തേക്ക് കയറുന്നു. ഇൻസുലിൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഈ ഇതിനാണ് പറയുന്നത് റിസർവോയർ. ഇൻസുലിൻ കാർട്രിഡ്ജസ് 3 ml ആണ്. ആ 3 ml ഇൻസുലിൻ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നു. അത് ഇഷ്ടം പോലെ, ചിലവർക്ക് വളരെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, ചിലവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ 3 ml കപ്പാസിറ്റി ഇതിൽ വരുന്നുള്ളൂ, ബിക്കോസ് ഇത് ഇത്രയും ചെറിയൊരു ഇതിനകത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ആ റിസർവോയറിനകത്തേക്ക് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്യൂബ് വഴിയാണ് അതിനെ കയറ്റിവിടുന്നത്. ഇൻഫ്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്യൂബ് ആൻഡ് കാനുല പുട്ട് ടുഗദർ, അതിനാണ് ഇൻഫ്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 ലെങ്ത് ഓഫ് ട്യൂബ്സ് കിട്ടും. ഒന്ന് 43 inches ഇൻ ലെങ്ത് ആൻഡ് 23 inches ഇൻ ലെങ്ത്. ഇത് 23 inches ഷോർട്ട് ട്യൂബാണ് അതിൽ. ഓക്കെ. കാനുലയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതാണ് കാനുല. കണ്ടോ, അത്രയും ചെറിയൊരു കാനുലയെന്ന്. അത് ഫ്ലെക്സിബിൾ കാനുലയാണ്. ഫ്ലെക്സിബിൾ മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലെക്സിബിൾ കാനുല. ഓക്കെ. സോ കാനുല തന്നെ 2 ടൈപ്പ് ഓഫ് കാനുല ഞാൻ പറഞ്ഞു. 9 mm 6 mm. അത് ഡിപ്പെൻഡ്സ് ഓൺ. തടിയുള്ള കുട്ടികൾക്ക് 9 mm വേണ്ടി വരും. തിന്നായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ അവർക്ക് 6 mm കാനുല വേണ്ടി വരും. ഓക്കെ. ഈ കാനുല ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കാനുല ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് കാനുല കംസ് വിത്ത് എ നീഡിൽ. ഓക്കെ. പ്ലാസ്റ്റിക് കാനുല കംസ് വിത്ത് എ നീഡിൽ. ആ നീഡിലോട് കൂടിയിട്ടാണ് നമ്മളിത് ഫയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഫയർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റും കൂടെ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഓക്കെ. സോ ഇതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നീഡിലോട് കൂടെ ബോഡിയിൽ വെക്കുന്നു. ബോഡിയിൽ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദ നീഡിൽ, ആ നീഡിലും കാനുലയും കൂടെ നമ്മുടെ ഫാറ്റ് ടിഷ്യൂവിലേക്ക് കയറും, അബ്ഡോമിനൽ ഏരിയയിൽ. എന്നിട്ട് നമ്മൾ നീഡിൽ ഊരിക്കളയും. സോ നീഡിൽ ഊരിക്കളഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മെറ്റലായിട്ടൊന്നും വരുന്നില്ല, ഇങ്ങനെയായിരിക്കും. ഇപ്പം ഇത് നീഡിലില്ല, ഈ കാനുല മാത്രമേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പൊസിഷൻ. 90 degrees ആണ് നമ്മുടെ ഇൻസേർഷൻ പ്രൊസീജിയർ വരുന്നത്. സോ സ്ട്രെയിറ്റ് ഇങ്ങനെ ഇരിക്കും ഇൻ ടു ദ സബ്ക്യൂട്ടേനിയസ്. മെറ്റൽ പോർഷൻ ഒന്നുമില്ല ബോഡിയിൽ. മെറ്റൽ പോർഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രോബ്ലം? ഇൻഫെക്ഷൻ വരാം. ഓക്കെ. ഒരു മെറ്റൽ എനി ഫോറിൻ ബോഡിയിലിരുന്ന് കഴിഞ്ഞ് വെച്ചാൽ റിജക്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഡയബറ്റീസും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ പല സൈറ്റ്സിലും കുത്തണം എന്ന് പറയുന്നത്? ഒന്ന്, ഇൻഫെക്ഷൻ ഇല്ല. 2, ഇൻസുലിൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാറ്റിന്ന് ഇൻസുലിൻ അബ്സോർബ് ചെയ്യാൻ ഒരേ സ്ഥലത്ത് കുത്തി കഴിഞ്ഞു വെച്ചാൽ ആ ഏരിയയിലെ സെൽസ് ഡാമേജ്ഡ് ആയിരിക്കും. നമുക്കവിടെ തഴമ്പ് മാതിരി ഇത് വരും. ആ തഴമ്പിനകത്ത് നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, പെയിൻ കൂടും, പിന്നെ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ. സോ ഇത് 1 മണിക്കൂർ വരെ നമുക്ക് പമ്പ് മാറ്റി വയ്ക്കാം. എസ്പെഷ്യലി കളിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോകുന്ന ടൈമിലോ പമ്പ് വെച്ചിട്ട് നമുക്ക് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റും. സ്വിമ്മിങ്ങിന് പോകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ട്യൂബിങ് പമ്പും ഊരി മാറ്റി വെച്ചേക്കും. ഈ കാനുല ഇവിടെ തന്നെ ഉണ്ടാവും.
ഓക്കെ. വിത്ത് ദ കാനുല നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാം, സ്വിമ്മിങ് ചെയ്യാം, എല്ലാം അതിനകത്ത് ചെയ്യാം. പിന്നെ ചിലവർ ഇതുണ്ട്. അപ്പം ഞങ്ങൾക്ക് 5-8 കുട്ടികളുണ്ട്. ഒരാൾ കണ്ണൂർ ജൂനിയർ മിസ്റ്റർ കണ്ണൂർ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പുള്ളി പമ്പ് വെച്ച തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ കണ്ണൂർ തന്നെ വേറെ 2 കുട്ടികളുണ്ട്. അവർ ഫുട്ബോൾ സ്റ്റേറ്റ് ജൂനിയർ ടീമിൽ കയറി കഴിഞ്ഞു വിത്ത് ദ പമ്പ്. അപ്പോൾ അവർ കളിക്കുന്ന ടൈമിൽ പമ്പ് മാറ്റി വെച്ചേക്കും. കളി കഴിഞ്ഞ് വന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണോ കൊടുക്കണ്ടേ, അല്ല ഫുഡാണോ കഴിക്കണ്ടേ, ഫുഡ് കഴിക്കണേ, അങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. സോ പമ്പ് ക്യാൻ ബി ഡിസ്കണക്റ്റഡ് ഫോർ അപ് ടു 1 hour. 1 മണിക്കൂർ വരെ നമുക്ക് ഊരി മാറ്റി വയ്ക്കാം. ഈ സ്ലൈഡ് ആദ്യം കണ്ടു. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ഈ കാനുല വെക്കുന്നു, പമ്പിലുള്ള ഈ കാനുല വെക്കുന്നു. കാനുല വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഒരു 4 to 5 days കഴിയുമ്പോൾ ആ കാനുല ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ഒരേ പർട്ടിക്കുലർ പോയിന്റിൽ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അബ്സോർപ്ഷൻ കുറയും. സോ ഫ്ലക്ച്വേഷൻ വരാൻ തുടങ്ങും. പിന്നെ ചില പേഷ്യൻസിന് അവിടെ ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റ് മാറ്റണം. സോ സെപ്പറേറ്റ് ആക്സസറി നമ്മൾ യൂസ് ചെയ്യുന്നു. ദറ്റ് ഈസ് ഒരു കാനുല, ട്യൂബിംഗ് ആൻഡ് എ റിസർവോയർ. സോ ഒരു 4 to 5 ഡേയ്സിന് യൂസ് ചെയ്യാനുള്ള ഇൻസുലിൻ മാത്രമേ നമ്മൾ ഈ റിസർവോയറിലേക്ക് എടുക്കുള്ളൂ. ഫുൾ റിസർവോയർ ഫില്ല് ചെയ്യില്ല. 300 യൂണിറ്റ്സ് എടുക്കില്ല. അപ്പോൾ ഒരു 30 യൂണിറ്റ്സ് പെർ ഡേ യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് 5 days വയ്ക്കാം. 5 days വരുമ്പോൾ 150 യൂണിറ്റ്സ് പ്ലസ് ഒരു 25 യൂണിറ്റ്സ് എക്സ്ട്രാ, 175 യൂണിറ്റ്സ് നമ്മൾ ഈ റിസർവോയറിൽ ഫില്ല് ചെയ്യുള്ളൂ. അത് 5 days കഴിയുമ്പോഴേക്കും അത് കഴിയും. അത് മാറ്റി ഇതെല്ലാം എടുത്ത് കളഞ്ഞു സെപ്പറേറ്റ് സെറ്റ് യൂസ് ചെയ്യും. ഈ കാനുല നമ്മൾ വേറൊരു സൈഡിലേക്ക് മാറ്റും. സോ ഇതാണ് പ്രിൻസിപ്പിൾ. സോ ഒരു 5 daysലാണ് നമ്മൾ once in 5 days ആണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 6 ആക്സസറി വേണം. 6 ആക്സസറി വേണമെന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം നമ്മൾ കുത്തണം. ഓക്കെ. മെഡിക്കൽ പ്രൊഫഷൻ പറയുന്നത് എവറി 3 days ചേഞ്ച് ചെയ്യണം എന്നാണ്. ബട്ട് അവർ എക്സ്പീരിയൻസ് ഈസ് 4 to 5 days. മജോറിറ്റി ഓഫ് ദം 4th day, ചിലവർ അപ് ടു 5 days വരെ പോകും. സോ 3 daysലാണെങ്കിൽ നമുക്ക് 10 കുത്ത്. എവറി 3 days നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ ബോഡി കുത്തണം. അത് എവറി 5 days ആണെങ്കിൽ 6 പ്രാവശ്യം. സോ ഈ 60 to 120 പ്രിക്സ് വരുന്നില്ല. നമ്മൾ 6 to 10 പ്രിക്സ് എ മന്ത്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ലേറ്റസ്റ്റ് പമ്പാണിത്. ലേറ്റസ്റ്റ് പമ്പിൽ ഇതുവരെ പമ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനിയത്തെ നെക്സ്റ്റ് ജനറേഷൻ പമ്പിൽ നമുക്ക് റിയൽ ടൈം വാല്യൂസ്, നമ്മുടെ ഗ്ലൂക്കോസ്, ഷുഗർ ലെവൽസ്, ബോഡിയിലുള്ള ഷുഗർ ലെവൽസ് നമുക്കിതിൽ അറിയാവുന്ന പമ്പുകളുണ്ട്. ഓക്കെ. അതിനാണ് റിയൽ ടൈം ഗ്ലൂക്കോസ് വാല്യൂസ് കിട്ടുന്ന പമ്പ്സ് വരുന്നത്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഈ വാല്യൂസ് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ അതിന് ഓക്കെ ഹിസ്റ്ററിയാണത്. റൈറ്റ്. ഫസ്റ്റ് പമ്പാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂക്കോസ് മോണിറ്ററിങ് കൂടെ വന്നു. ഇപ്പോൾ വരുന്ന പമ്പ്സ് ഈ പമ്പും ഗ്ലൂക്കോസ് മോണിറ്ററിങ് കൂടെ ഒന്നിച്ചാണ് വരുന്നത്. സോ അതാണ് ഈ റിയൽ ടൈം വാല്യൂ കിട്ടുന്ന ഇത് വരുന്നത്. പമ്പ് പ്ലസ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, CGM, ഇത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇങ്ങനെ വരുന്നത്. അത് പമ്പ് വരുന്നത്. പക്ഷേ അപ്പോൾ പമ്പ് ഒരു സൈഡ് സെപ്പറേറ്റ്. ഈ CGM ഉള്ള പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ യു റിക്വയർ വേറൊരു സാധനം കൂടെ വേണം. ഒരു ഗ്ലൂക്കോസ് സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ ബോഡിയിൽ വെക്കണം. ആ ഗ്ലൂക്കോസ് സെൻസർ വിൽ ബി കണക്റ്റഡ് ടു എ ട്രാൻസ്മിറ്റർ. ആ കാണുന്നത് ഇത്രയും പോകുന്നൊരു സാധനമാണ്. നമ്മളത് വേറെ ഫിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ 5 മിനിറ്റ് കൂടുമ്പോൾ ഈ ട്രാൻസ്മിറ്ററിന് ഒരു ഷുഗർ വാല്യൂ കിട്ടും. ആ വാല്യൂ പമ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ പമ്പിൽ നമുക്ക് എല്ലാ 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് ട്രാൻസ്മിറ്റർ, മറ്റേത് പമ്പ്. ട്രാൻസ്മിറ്റർ ഇല്ലാതെ പമ്പ് വർക്ക് ചെയ്യില്ല. പമ്പ് വർക്ക് ചെയ്യും, വാല്യൂ കിട്ടില്ല. ഓക്കെ. ഇൻസേർട്ടഡ് ഇൻ ദ സ്കിൻ 288. എല്ലാ 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു റീഡിങ് പമ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ 288 റീഡിങ് നമുക്ക് കിട്ടും പമ്പിൽ. ആൻഡ് അതിനകത്ത് തന്നെ ട്രെൻഡ് ഗ്രാഫും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ. 3 hour and 24 hour ട്രെൻഡ് ഗ്രാഫ് എവറി 5 minutes അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഇതിനകത്ത് വാർണിങ്സ് തരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷുഗർ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഷുഗർ കൂടുന്നു,
അത് 1 അപ്പ് ആരോ അല്ലെങ്കിൽ 1 ഡൗൺ ആരോ. അതല്ല കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് അത് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ വരുന്നതെന്ന് വെച്ചാൽ 2 അപ്പ് ആരോസ് ഓർ 2 ഡൗൺ ആരോസ്. Yeah, fine, no problem. Brochures. Fine. All the best. അതിൽ മറ്റേ എല്ലായിടത്തും കൊടുത്താൽ മതി. അപ്പോൾ വാർണിങ്സ് അങ്ങനെയാണ് തരുന്നത്. അത് ഷുഗർ കൂടുന്നുണ്ടെങ്കിലും ഷുഗർ കുറയുന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ആരോസ് കാണിക്കും, അല്ലെങ്കിൽ വാർണിങ്സ് തരും. ഫൈൻ. എനി കൺഫ്യൂഷൻ നിങ്ങൾ? അല്ല, ഫൈൻ, സോറി. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഇതിൽ കാണുന്നത്. നമ്മുടെ ഇത് ട്രെൻഡ് കാണിക്കും. ലാസ്റ്റ് 24 hours ട്രെൻഡ് എങ്ങനെയാണ് നമ്മുടെ ഷുഗർ ലെവൽസ് മൂവ് ചെയ്തിട്ടുള്ളത് കാണിക്കും. ഇത് നമ്മുടെ ഇത് കാണും ഇമ്മീഡിയറ്റഡ്. ഇത് എബ്രോഡ് US-ലുള്ളതായിരുന്നു 7.1, അത് വേറെയാണ്. നമ്മുടെ ഇതിൽ വരുമ്പോൾ 105 അല്ലെങ്കിൽ 205 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത്. മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലായിരിക്കും കാണുന്നത്. സോ 2 അപ്പ് ആരോ, ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഷാർപ്പായിട്ട് ഹൈപ്പറിലേക്ക് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും പമ്പിൻ്റെ സ്ക്രീൻ കാണുന്നത്. ഓക്കെ, ഇതേമാതിരി ഒരു ടെസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 മിനിറ്റ് കൂടുമ്പോൾ കിട്ടുന്ന ഡാറ്റ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു പേഷ്യൻറ്റിൻ്റെ ഡാറ്റയാണിത്. പമ്പിലേക്ക് വരുന്നതിന് മുന്നുള്ള ഡാറ്റ നോക്കൂ. 70 to 140 ആണ്, 180 ആണ് നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. 70 to 180 എത്ര പെർസെൻറ്റേജ് ടൈമിലുണ്ട്? വളരെ കുറച്ച്. ഇത് ഓരോ ഡേ ഗ്രാഫാണ്. സോ 288 ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഗ്രാഫാണ്. സോ 1, 2, 3, 4 ദിവസത്തെ ഗ്രാഫ് എടുത്തു കഴിയുമ്പോൾ വളരെ ഒരു ലെസ് ദാൻ 10% ഉള്ളൂ ഈ റേഞ്ചിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് റേഞ്ചിലാണ്. പക്ഷേ അതേ പേഷ്യൻ്റ് പമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പോസ്റ്റ് പമ്പിൻ്റെ CGM കണ്ടോ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അതിലേക്ക് എന്നെ കൊണ്ടുവന്നു. എക്സെപ്റ്റ് ഫോർ ഇവിടെ ഒരു ഹൈപ്പോ വന്നിട്ടുണ്ട്, ഒരു ചെറിയ ഹൈപ്പർ അവിടെ പോയിട്ടുണ്ട്. സോ ആ ഓരോരോ ചേഞ്ച് കാണുന്നത് അങ്ങനെയാണ്. സോ നമ്മൾ ആ വിത്തിൻ ദ റേഞ്ചിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിത്തൗട്ട് ഹൈപ്പോസ് ആൻഡ് വിത്തൗട്ട് ഹൈപ്പർ. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് പമ്പെന്ന്. ഇത് US-ൽ ഇറങ്ങി 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടി. ഇത് ഫോർ ദ ലാസ്റ്റ് 1 year ഈ പമ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റിയൽ ടൈം പമ്പിൻ്റെ കാര്യങ്ങൾ കണ്ടു. ഈ പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനും ഇതുമാതിരി സെൻസർ വേണം, ഈ ട്രാൻസ്മിറ്റർ വേണം. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ വരികയാണ്. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിയ നമ്മൾ ലെസ് ദാൻ 70 പോകുന്ന ടൈമിൽ പല പേഷ്യൻസിനും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലവർ കണ്ടുപിടിക്കും കൂടെയില്ല. എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓരോരോ എന്താ പറയുക, ഒരു ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്താണ് ചെക്ക് ചെയ്യുമ്പോൾ അറിയുള്ളൂ നമ്മൾ ഹൈപ്പോയിലാണെന്നത്. ഓക്കെ, ഈ പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 70 ആണ് ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. മിനിമം 70 പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ദ മൊമെൻറ്റ് നമ്മുടെ ഷുഗർ ലെവൽ 69 ടച്ച് ചെയ്യുമ്പോൾ പമ്പ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. സോ 2 മണിക്കൂർ നേരം. ഓക്കെ, പേഷ്യൻസ് ഹു ഹാവ് വെരി വൈൽഡ് ഫ്ലക്ച്വേഷൻസ് എസ്പെഷ്യലി വിത്ത് സിവിയർ ഹൈപ്പോസ് വിൽ ബെനിഫിറ്റ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ ലെസ് ദാൻ 70 അല്ലെങ്കിൽ ലെസ് ദാൻ 60 ആണ് നമ്മൾ 60 ആണ് നമ്മൾ കട്ട് ഓഫ് വെച്ചിരിക്കുന്നതെങ്കിൽ ദ മൊമെൻറ്റ് ഈ ടച്ചസ് 59 ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ഓഫ് ആവും. 2 മണിക്കൂർ നേരം പമ്പ് സസ്പെൻഡ് ആയിരിക്കും. മാനുവലായിട്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 2 മണിക്കൂർ പമ്പ് ഡസൻ പമ്പ് എനി ബേസൽ ഇൻസുലിൻ. ഓക്കെ, ബേസൽ ഇൻസുലിൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള പമ്പ് ചെയ്യുന്നില്ല. 2 hours കഴിഞ്ഞ് വെച്ചാൽ 2 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. എഗെയിൻ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ലിമിറ്റിന് മേലെയാണെങ്കിൽ പമ്പ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഈവൻ ഇഫ് അപ്പോഴും ബിലോ ആണ്, നമ്മുടെ ഈ റേഞ്ചിൽ ബിലോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഗെയിൻ ഓഫ് ആവും. സോ രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ആരും ഇത് എഴുന്നേറ്റിട്ട് ഹൈപ്പോ ചെക്ക് ചെയ്യാറൊന്നുമില്ല. അതൊരു വലിയൊരു ട്രോമയാണ്. പാരൻസിനെ സംബന്ധിച്ച് പാരൻസിന് എപ്പോഴും ഒരു ട്രോമയാണ് ഇത് ഹൈപ്പോ പോവോ എന്നുള്ളത്. ആ ടെൻഷൻ കാരണം തന്നെ BP കൂടും, ഡയബറ്റീസ് ഒരു. ഓക്കെ, യങ്ങസ്റ്റ് പമ്പർ ഇൻ കേരള ഈസ് എ 7-year-old ഗേൾ ചേർത്തലയിൽ.
യങ്ങസ്റ്റ് പമ്പർ ഇൻ ദ കൺട്രി ഈസ് എ 6 months old ഗേൾ ഇൻ ഹൈദരാബാദ്. 6 മാസം. ഇന്ത്യൻ പോപ്പുലേഷനിൽ 20%, 25% ടൈപ്പ് 1s ഓൺ പമ്പ്. മെജോറിറ്റി ടൈപ്പ് 2കളാണ് അവിടെ. ഓക്കെ, ഇത് 4.5 years ഉള്ള പിക്ചർ അത്. Now coming to the cost. Base model pump 1,29,000 rupees. Real time glucose pump in matram 1,99,000 rupees and 4 years warranty. Warranty is for 4 years. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരില്ല. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ്. ആൻഡ് ലോ ഗ്ലൂക്കോസ് സസ്പെൻഡ് ഓപ്ഷനുള്ള പമ്പിന് 3,75,000 rupees വരും. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പമ്പ് വരാൻ പോവാണ്, വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 4 lakhs. നമ്മൾ ഈ ഇതിൻ്റെ റിസർവോയർ ആൻഡ് കാനുല കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സോ ആക്സസറി പെർ ആക്സസറി ചേഞ്ചിന് വരുമ്പോഴേക്കും 480 rupees വരും. 4 to 5 days you require 480 rupees on accessories. ഇൻസുലിൻ സെപ്പറേറ്റ്. ഇൻസുലിൻ നമുക്കറിയില്ല എത്രയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡ് ഗ്ലൂക്കോസ് സെൻസറിൻ്റെ കോസ്റ്റ്, ഇപ്പോഴത്തെ കോസ്റ്റ് 3,250 ആണ്, വിച്ച് ഈസ് കമ്മിങ് ഡൗൺ. എസ്പെഷ്യലി ആ ലോ ഗ്ലൂക്കോസ് സസ്പെൻഡ് അല്ലെങ്കിൽ റിയൽ ടൈം പമ്പ് എടുക്കുന്ന ടൈമിൽ ഫർദർ പർച്ചേസസിൻ്റെ കോസ്റ്റ് വിൽ ബി വെരി ഇറ്റ് വിൽ ബി ലെസ് ദാൻ 2,000 rupees പെർ സെൻസർ. ഒരു സെൻസറിൻ്റെ ലൈഫ് 7 days ആണ്, 7 ദിവസം വരെ യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ഏർലി ടു ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്. ഇതാണ് ഡോക്ടേഴ്സും പറയുന്നത്, ഞങ്ങളും പറയുന്നത്. ഇഫ് യു ക്യാൻ അഫോർഡ്, ഇഫ് യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ, ദെൻ ഇറ്റ് വർക്ക്സ്. യങ്ങർ ഏജിൽ നിന്നാണെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും ഒരു കോംപ്ലിക്കേഷൻ സെറ്റ് ഇൻ ചെയ്ത് കഴിഞ്ഞു റിവേഴ്സിബിൾ അല്ലെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ആർ പെർമനൻറ്റ്. എസ്പെഷ്യലി കുട്ടികൾ ഗ്രോ ചെയ്യുന്ന ടൈമിൽ, പെൺകുട്ടികളാണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ അവരുടെ ആ ഇതൊക്കെ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ദർ വിൽ ബി വൈൽഡ് ഫ്ലക്ച്വേഷൻസ്. ഗ്രോ ചെയ്യുന്ന ടൈമിലാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ടു മാനേജ് സിറ്റുവേഷൻസ്. ഈ കമ്പനി, എൻ്റെ കമ്പനിയുടെ പേര് മെട്രോണിക് എന്നാണ്. ഇറ്റ്സ് എ US based കമ്പനി. ആൻഡ് മെയിൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ടു കാർഡിയോളജി സ്റ്റെൻസ്, പേസ് മേക്കേഴ്സ്, ഡിഫിബ്രിലേറ്റേഴ്സ്, ഓക്സിജനേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ വലിയ ഇതുള്ളതാണ്. ആൻഡ് ദിസ് കമ്പനി ഹാസ് ബീൻ ഇൻ ദ മാർക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 90 years ഇൻ ടു റിസർച്ച് ഡെവലപ്മെൻറ്റ്. അതിൽ ഈ ഡിവിഷൻസും കൂടെ ഉണ്ട്, ന്യൂറോ, സ്പൈൻ, ENT ആൻഡ് ഡയബറ്റോളജി. ഇതിൽ ഏറ്റവും വൺ ഓഫ് ദ റെവല്യൂഷൻസ് ഇൻ ഡയബറ്റീസ് ഫീൽഡിൽ വന്നിട്ടുള്ളതാണ് ഈ റിയൽ ടൈം പമ്പ് വിത്ത് ഈ ലോ ഗ്ലൂക്കോസ് സസ്പെൻഡ് ഓപ്ഷൻ. ഫ്യൂച്ചർ ഈസ് വെരി ബ്രൈറ്റ്. വേറെയും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അനദർ 5 to 8 years ഫ്രം നൗ ചിലപ്പോൾ വി വിൽ ക്ലോസ് ദ ലൂപ്പ് വിച്ച് വിൽ ബി ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ്. അതിൻ്റെയും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഫ്യൂച്ചർ ഈസ് വെരി ബ്രൈറ്റ്, ബട്ട് ടെക്നോളജി ഈസ് വെരി കോസ്റ്റ്ലി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ഹിയറിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല പമ്പാർക്കെങ്കിലും എക്സ്പീരിയൻസിന് ഉണ്ടെങ്കിൽ they will give insulin. കൊച്ചു നല്ല സ്മാർട്ടാണെങ്കിൽ പാരൻസിനെ ഈസി ആയിട്ട് കളിപ്പിക്കും. അവർ എക്സ്ട്രാ ബോളസസ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സ്റ്റേജത്തിൽ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കഴിക്കും, ബോളസ് കൊടുക്കും, കുട്ടി തടിക്കാൻ തുടങ്ങും. കുട്ടി തടിക്കാൻ തുടങ്ങുമ്പോൾ ഇൻസുലിൻ്റെ ഡോസേജ് കൂടാൻ തുടങ്ങും. ഇത് ഒരു ഡ്രോബാക്ക് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കുറേ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവർ ദേ വിൽ നോട്ട് വെഞ്ചർ ഇൻടു ദിസ്. ബിക്കോസ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അഡീഷണൽ സ്നാക്ക് കഴിച്ചു, ഇപ്പോൾ ലുലു മോളിൽ പോയി അവിടെ പോയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കില്ല. സാധാരണ നോർമൽ കണ്ടീഷനിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഇതല്ല, ഇത് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 1-2 യൂണിറ്റ് ഇൻസുലിൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതിനകത്ത്. അതിന് നമുക്കൊരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അപ്പോൾ അത് പമ്പിൻ്റെ ഡ്രോബാക്ക് അല്ല, ആ യൂസറിൻ്റെ ഡ്രോബാക്കാണ്. അപ്പോൾ അതൊരു പോയിൻ്റ് അതിൽ.